ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. കാരണം വേറൊന്നുമില്ല, നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ഞാൻ, അമ്മു, പിന്നെ എൻ്റെ ബേബി ഞാൻ എല്ലാവരും കൂടെ ആയിട്ട് ഒരു ചെറിയൊരു വെക്കേഷൻ നാട്ടിലേക്ക് പോവാം. കാരണം ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്. സോ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പക്ഷേ ഒരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസാണ്. വീട്ടിൽ ആരെടുത്തും നമ്മൾ പറഞ്ഞിട്ടില്ല വരുമെന്ന്. കാരണം വരത്തില്ല, എല്ലാം അങ്ങനെ ഓരോരോ ഇങ്ങനെ വരത്തില്ല എന്ന് അവരെ മെൻ്റലി പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കി വെച്ചേക്കുക. എന്നിട്ടിപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇങ്ങനെ കുറച്ച് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം റെഡിയാക്കി വെച്ചു. ഇപ്പം മണി ഏകദേശം 7:45. 8 മണിക്ക് നമ്മുടെ വണ്ടി വരും. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ പെട്ടികളൊക്കെ കാണിച്ചു തരാം. കുറേ ഉണ്ട്. സ്ഥലം വൃത്തികേടായി കിടക്കുകയാണ്. പാക്കിങ് കഴിഞ്ഞതേ ഉള്ളൂ. ഇതാണ്ടാ ഹരിപ്രിയ ഫോൺ നോക്കിക്കൊണ്ടിരിക്കണണ്ട. അരവിന്ദ് ഓൺ ഡ്യൂട്ടി. അരവിന്ദിന് ഇനി കൊച്ചിനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ വിഷമാവന്. പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റില്ല, അതിൻ്റെ വിഷമമാണ്. പിന്നെ വേണ്ട ഇവിടെ 1 2 3 4 5 6 പെട്ടി. ഇതിൽ എനിക്ക് തോന്നുന്നു 5 എണ്ണവും ചെക്കിന് കയറ്റും, ഒരെണ്ണം മാത്രം ക്യാബിനിൽ വയ്ക്കും. പിന്നെ എൻ്റെ ലാപ്ടോപ്പ് ബാഗിൽ എൻ്റെ മാക്ബുക്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, മൈക്കൊക്കെ. ഇത് പിന്നെ കൊച്ചിൻ്റെ വാട്ടർ ബോട്ടിൽ. ഇത് നല്ല സാധനം കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ കുറച്ചൊരു 6-7 മാസമായിട്ട് യൂസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മിസ് ചെയ്യുക. 6-7 മാസമായിട്ട് 6-7 മാസമൊന്നും 6-7 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷെ സംഗതി നൈസാണ്, അത്യാവശ്യം നിൽക്കും. ഒരു 3-4 മണിക്കൂറൊക്കെ വാട്ടർ നിൽക്കും. ഒരു അര ലിറ്റർ വെള്ളമൊക്കെ കൊള്ളും, ചൂടായി നിൽക്കും. നല്ല സെറ്റ് സാധനം. പമ്മു നാട്ടിൽ പോകാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് വരെ വയ്യാന്നുള്ളൊരു മൈൻഡായിരുന്നു. എന്ന് വെച്ചാൽ നാട്ടിൽ പോകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ ഇന്നലെ രാത്രി തൊട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അന്ന് 2 ആഴ്ചയ്ക്ക് മുമ്പ് അക്ഷയ അഞ്ജനയൊക്കെ നാട്ടിൽ പോയപ്പോഴത്തേക്ക് അവരും ഇതേ കാര്യം പറഞ്ഞു, എങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ എന്നുള്ളൊരു പക്ഷേ ശരിയാണ്. നാട്ടിൽ പോവും, ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പാക്കൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് നാട്ടിൽ എത്തുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കുണ്ട്, അത് വരത്തില്ല. പക്ഷേ തലേ ദിവസം ആകുമ്പോഴത്തേക്കും അതറിയാൻ പറ്റും. എനിക്കും അരവിന്ദിനുമൊക്കെ പ്രത്യേകിച്ച് ബൈക്ക് റൈഡ് പോകുന്നതിൻ്റെ തലേ ദിവസം ഒന്നും ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല. അവൾ ഉറങ്ങി. കാരണം അവൾ ഇന്നലെ ബാക്കിങ് കഴിഞ്ഞാൽ ഒരു 11-12 മണി ആയപ്പോഴാണ് കിടന്നത്. ഞാൻ 11 മണിക്ക് കിടന്നു. എന്നിട്ട് പിന്നെ 1 മണിക്ക് എഴുന്നേറ്റു, 3 മണിക്ക് എഴുന്നേറ്റു. അങ്ങനെ ഉറക്കമില്ലാതെ ഇങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുമായിരുന്നു. സോ ഇനി എന്തായാലും എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ഞാൻ ഹാപ്പിയാണോ ഇന്ത്യ കാണാൻ? അമ്മൂമ്മയൊക്കെ കാണാൻ ഹാപ്പിയാണോ? ഇതാണ് വണ്ടി. ഉള്ള പെട്ടികളെല്ലാം കയറ്റി, കൊച്ചിനെയും കയറ്റി അമ്മ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ അറിയാമല്ലോ. പോയി നല്ല തണുപ്പാ. അരവിന്ദ് വീട് കൂട്ടാൻ പോയി. ഇനി ബാക്കി കയറിയിട്ട് നോക്കാം. നല്ല തണുപ്പാ. 8-17 ഓക്കെ ഗൈസ്. അങ്ങനെ വണ്ടി എത്തി. അമ്മു അരവിന്ദൊക്കെ കൊച്ചെല്ലാം സെറ്റാണ്. ഇവിടെ 1 മണിക്കൂറാണ് പറയുന്നത്. 9 മണിക്കൂർ. 9 മണിക്കെത്തും. ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലോ, ഇതാണ്. നല്ല തണുപ്പാണ്. ഞാൻ മൈക്ക് എന്തായാലും വെച്ചിട്ടില്ല. എയർപോർട്ടിൽ ചെന്നിട്ട് മൈക്ക് വയ്ക്കാം. ബാഗിൻ്റെ അകത്തുണ്ട്, ലാബൊക്കെ ഉണ്ട്. സോ അറിഞ്ഞൂടാ വീട്ടിലെങ്ങനെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്ന. 2 ദിവസം വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലൂടെ ആയി പറയണം. നോക്കാം, വരുന്ന വെച്ച് കാണാം അല്ലേ. സോ അപ്പോൾ ഇനി എന്തായാലും എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ എത്തിയിട്ട് നല്ലതാണ്. അപ്പോൾ ആ പെട്ടിയെ കയറി നമ്മളായിട്ട് കയറ്റി അമ്മുവിനെ കയറ്റി വിട്ടു. ഇനി നമ്മൾ അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ എയർപോർട്ട് എത്തി. അരവിന്ദേ, കുറച്ച് നാളത്തേക്ക് നമ്മൾ കാണൂല. കരയൂ അരവിന്ദ് സാർ, കരയൂ. അതുകൊണ്ട് അപ്പം ചെക്കിൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെന്ന് ബോർഡിങ് ബസ്സൊക്കെ വാങ്ങിച്ച അകത്തേക്ക് കയറിട്ട് വിശക്കണം. പറ്റുവാണെങ്കിൽ മീൻ എന്തെങ്കിലും വാങ്ങിക്കണം. അതെന്താ ഫണ്ട് അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇട്. മണി. അപ്പോൾ ശരി, നാട്ടിൽ നിന്ന് വന്നിട്ട് കാണാം. ഓക്കെ ബൈ. 3 വീക്സ്. ഹായ് ഗൈസ്. ചെക്കിങ്ങിന് നമ്മൾ വന്ന് നിൽക്കുക. അരവിന്ദിനെയും കയറ്റി ഈ പെട്ടി ചുമക്കാനായിട്ട്. അമ്മ കൊച്ചിൻ്റെ കൂടെ ഉണ്ട്. പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ. നമ്മൾ E73 ഗേറ്റിലേക്ക് പോകും. അങ്ങനെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട്
എൻ്റെ ഫേവറേറ്റ് നാച്ചോസ് വാങ്ങിച്ച് അമ്മൂന് കഴിച്ചു. അമ്മൂന് നാച്ചോസ് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഫുഡ് വിശന്നിരുന്നുകൊണ്ട് അവൾ കഴിക്കണു. നല്ല സാധനം കേട്ടോ, നല്ല ലോഡഡ് നാച്ചോസ്. കഴിച്ച് പകുതിയായിട്ടാണ് വീഡിയോ എടുക്കണേ. ഇവിടെ ഭയങ്കര തിരക്കാണ്. നമുക്ക് ഈ 73 എന്ന് പറയുന്ന ഗേറ്റാണ്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ സമയം 12:10 നമുക്ക് 12:45 ആകുമ്പോഴത്തേക്കും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ കൊച്ചിൻ്റെ ഡൈപ്പറൊക്കെ മാറ്റാനായിട്ട് നേഴ്സിംഗ് റൂമിൽ വന്നേക്കുക. ചാർത്തിട്ടേക്കുക. അമ്മ കൊച്ചിന് പാലോട് തുറക്കി. ഇതായിരുന്നു നേഴ്സിംഗ് സ്റ്റേഷൻ. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ നേഴ്സിംഗ് സ്റ്റേഷൻ കാണുമോ എന്നാലോചിച്ച് ഞാനും അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് പാസ്പോർട്ടൊക്കെ കാണിച്ച് ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറാനായിട്ടുള്ള തിരക്കിലാണ്. നമ്മൾ കയറാൻ പോകുന്ന എമിറേറ്റ്സ് 380 എയർബസ് 380. ഞാൻ ഫ്ലൈറ്റ് ഒന്ന് കാണാം. കണ്ട് എന്താ ഇത്? എൻ്റെ ചാത്തനകത്ത് കുറച്ചുണ്ട്. അങ്ങനെ നമ്മൾ ബോർഡിംഗ് ചെയ്തു. സോ പറയാ ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. എന്താണ് അഭിപ്രായം? കൊള്ളാമോ? ഞാൻ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ആ ലാംഗ്വേജ് ഞങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആക്ച്വലി ബാസിനെറ്റ് വെക്കാൻ പറ്റുന്ന സീറ്റാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഇവിടെ കുറച്ച് ലെഗ് റൂം കൂടുതലായിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് കൺസേൺസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സീറ്റ് ഞങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ അല്ല. എനിക്ക് തോന്നുന്നു ബാസിനെറ്റ് സീറ്റ് നോക്കി ബുക്ക് ചെയ്തത് കൊണ്ടായിരിക്കും. ഇപ്പം ഇവനുള്ളപ്പോൾ ബാസിനെറ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണെന്നാണ് എൻ്റെ വിചാരം. അത് അടുത്ത വർഷം എന്താണ് ഞാൻ ഇയാനെ പറ്റി ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. ഇയാനിതാ ഭയങ്കര കരച്ചിൽ, ചെവി വെക്കുന്ന സാധനമൊക്കെ എടുത്ത്. ഭയങ്കര കരച്ചിലല്ല, അവന് ഇറിറ്റേഷൻ. പെട്ടെന്നൊരു ക്ലോസ് സർഫസ് തന്നെയില്ലേ. ഇവര് എന്താ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ഒക്കെ പറയുന്നു. എന്താ ഇങ്ങോട്ട് മാറി. ഫൈനലി സെറ്റിലാക്കി കേട്ടാ. സക്സസ്ഫുള്ളി നമ്മൾ ഉറക്കി. പക്ഷെ കൊച്ചി കരണിയിലിട്ടാ. ടേക്ക് ഓഫ് സമയത്ത് മറ്റേ ചെവിയിലൊക്കെ ഒന്ന് സാധനം വെച്ചിട്ട് കിടത്തി പ്രഷർ വേരിയേഷൻ വരാതിരിക്കാൻ പറ്റും. പക്ഷെ അവൻ കരത്തില്ല. ബാക്കിയുള്ള 2 പിള്ളേർ കരഞ്ഞു. ബാക്കി കരരുന്നെങ്കിൽ പാടായിരുന്നു. കാരണം എനിക്ക് തെങ്ങ് പോലെ പൊക്കമുള്ളതുകൊണ്ട് ഇവിടെ എഴുന്നേറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര കംഫർട്ടബിൾ അല്ല. പെട്ടെന്ന് ബ്ലാങ്കറ്റും ചെറിയൊരു കുഷൻ നന്നായിട്ട് കിടന്നുറങ്ങും. ഉറങ്ങട്ടെ, ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാണ് ലഞ്ച്. സാഫ്രോൺ ചിക്കൻ വിത്ത് റൈസ്, പിന്നെ എന്തോ പുഡിങ്, സാലഡ്, ഇത് ഓറഞ്ച് ജ്യൂസ്, പിന്നെ എന്തോ ഒരു ബണ്ണ്. അത്രയേ ഉള്ളൂ. വച്ച് കഴിക്കുന്ന ട്രേ ഭയങ്കര ചെറുതാണ്.
അത്യാവശ്യമുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ദുബായ് കണക്റ്റിലേക്ക് പോകാൻ പോവാ. കാരണം നമുക്കിവിടെ ഒരു സ്റ്റേ ഉണ്ട്. സ്റ്റേ സെറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ്. അങ്ങനെ തന്നെ ചെയ്യണം. ഗൈസ് അങ്ങനെ പാസ്പോർട്ടിൽ സ്റ്റാമ്പൊക്കെ അടിച്ച് കിട്ടി. അത് കഴിഞ്ഞിട്ട് 10 GB ഫ്രീ സിമ്മൊക്കെ വാങ്ങിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വെക്കൊണ്ടിരിക്കുക. നല്ല സമയം എടുത്തു. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഞാനും ഉറങ്ങി. അതാ ഇനി ഹോട്ടലിൽ പോയിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവണം, ഒരു ഉറക്കം ഉറങ്ങണം. പുറത്ത് കുറച്ച് കറക്കമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് ഉണ്ട് നാളെ, അത് പിടിക്കണം. ഞാനങ്ങനെ ആദ്യമായിട്ട് പാത്രത്തിൽ ഇരുന്ന് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യുക. നമ്മളിതാ ദുബായ് സ്പെഷ്യൽ കബാബോ അങ്ങനെ എന്തോ പേര്, എന്തോ ചിക്കൻ അത്യാവശ്യം കുറച്ച് ഗ്രാൻഡായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആൾ ഫേവറേറ്റ് പെപ്സി. നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. അന്ന് കയറിയപ്പോൾ തൊട്ട് നല്ല ഉറക്കമായിരുന്നു ഞാനും ഓളും. കാരണം 26 മണിക്കൂറോളം ട്രാവൽ ചെയ്തതിൻ്റെ ഹാങ് ഓവറിൽ നന്നായിട്ട് കിടന്നുറങ്ങി. കൊച്ചിനെ കുളിപ്പിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. ഫുഡ് കഴിച്ചിട്ടാണ് കിടന്നത്. ഇപ്പോൾ അത് രണ്ടാമത് ഇറങ്ങി ഡിന്നർ അടിച്ചിട്ട് ചെക്കൗട്ട് ചെയ്യാനായിട്ട് നിൽക്കുക. ഡിന്നർ കാണിച്ചു തരാം. ഞാൻ കുറച്ച് വൈറ്റ് റൈസ്, ബീഫ് സ്റ്റൂ, ഇത് ചിക്കൻ്റെ ഒരു ഗ്രേവി. എനിക്ക് ചിക്കൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് ട്രൈ ചെയ്തപ്പോഴും എനിക്ക് ചിക്കൻ കറി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വേറെ ഗ്രേവി ഉള്ളായിരുന്നു. കുറച്ച് വെജീസ് എടുത്തു. അമ്മ ഒരു സാലഡ് എടുത്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഡെസേർട്ട്. അമ്മ കുറച്ച് ഒരു പാസ്തയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. കൊച്ച് കത്തി എടുക്കാനുള്ള പരിപാടിയാണ്. കത്തിയൊന്നുമില്ല. അപ്പം നമ്മളിത് എല്ലാം കഴിച്ചിട്ട് ചെക്കൗട്ട് ചെയ്ത് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ ട്രിവാൻഡ്രം എത്താൻ പോവുകയാണ്. ഫ്ലൈറ്റിൻ്റെ അകത്ത് അധികം നമ്മളങ്ങനെ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഒന്നിത് ഫുള്ളി മീൻസ് ടൊറൻറ്റോയിൽ നിന്ന് ദുബായിലേക്ക് വന്നത് ഫുള്ളി പാക്ഡ് ആയിരുന്നു. ദുബായിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് അത് തന്നെ. പക്ഷേ എന്താ പറയുക, കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മിനിമം ഒരു 10-20 ചെയ്യാനും പോലത്തെ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കരച്ചിലും എല്ലാവരും ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ അധികം വ്ളോഗ് ചെയ്യാത്ത. പിന്നെ നമ്മുടെ അടുത്തിരുന്നത് ഒരു ഇറാനി ലേഡി ആയിരുന്നു. അപ്പോൾ അവർക്ക് പ്രൈവസി ഇഷ്യൂസ് കാര്യങ്ങൾ വീഡിയോ എടുക്കുമ്പം ബ്ലാ സ്റ്റഫ്സ് അതൊക്കെ കൊണ്ട് അധികം കാണിക്കാതെ. പിന്നെ ഷൂട്ട് ചെയ്യാൻ പാടാണ്. എന്തെങ്കിലും ചെറുതായിട്ട് എടുക്കണമെങ്കിൽ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനാകപ്പോൾ 2 എമിറേറ്റ്സ് അല്ലാതെ 2 ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്, കുവൈറ്റും എയർ കാനഡയും. കുവൈറ്റിൽ കുറച്ചുകൂടെ ബെറ്റർ സീറ്റിംഗ് സ്പേസ് എനിക്ക് തോന്നി. എയർ കാനഡയും എമിറേറ്റ്സും ഒരേപോലെ തോന്നി. എനിക്കിനി അറിയില്ല ബേബി സീറ്റ് എടുത്തത് കൊണ്ട് ആണോ ഇങ്ങനെ കിട്ടിയത് എന്ന് എനിക്കറിയില്ല. എന്തായാലും കഴിഞ്ഞു. ഇനി എന്തായാലും ഒരു 1 hour കൂടെ ഉള്ളൂ ഫ്ലൈറ്റ്. അത് കഴിഞ്ഞാൽ ടച്ചിങ് ഡൗൺ ടു മൈ ഹോം ഗ്രൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും എന്താ പറയുക, എന്തായാലും തിരിച്ച് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുള്ള ബാക്കി 2-3 വിഷ്വൽസും കൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. ഇത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഉറപ്പ് ഞാൻ പറയുന്നു എല്ലാവരും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പ്ലാനുണ്ട്. എങ്ങനെയായാലും 3-4 വീഡിയോ എങ്ങനെയായാലും വരും. സോ സ്റ്റേ ട്യൂൺ. പിന്നെ ഈ കുഞ്ഞു പിള്ളേരെ കൊണ്ട് എയർപോർട്ടിൽ വരുമ്പോഴത്തേക്കും ഉള്ള എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് മീ ഓർ ലൈക്ക് കമൻറ്റ്, പുട്ട് എ കമൻറ്റ്. ഐ വിൽ ട്രൈ ടു റിപ്ലൈ ഇറ്റ്. ഓക്കെ ഗൈസ്, ബൈ. ഫൈനലി നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇന്ത്യയിലെ അതിൻ്റെ ആഘാത പ്രകടനമാണ് കാണിക്കുന്നത്. എൻ്റെ അനിയന് മാത്രമേ അറിയാവൂ ഞാൻ ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം. അപ്പോൾ അവൻ പുറത്ത് നിന്നിപ്പോണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പുറത്തിറങ്ങിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അഭിഷേക് പപ്പു ഞാൻ പറഞ്ഞില്ലേ അവന് മാത്രമേ അറിയാം. അവിടെ അവൻ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. പോയി.
സുഖം. അറിയാമോ? ഇവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല മിണ്ടാതെ കിടക്കുമായിരുന്നു. നമുക്ക് വലിയ സീനില്ലായിരുന്നു. ഭയങ്കര ഭയങ്കര ഇല്ല. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കാണണ്ടേ നമുക്ക്? വൈകിട്ട് അച്ചു ചേച്ചി വരും. അച്ചു ചേച്ചിയും കാണാം നമുക്ക്. അല്ല അച്ചു മാമിയും കാണാം. സർപ്രൈസ് കൊടുക്കാൻ നിൽക്കുക. വല്യമ്മ, എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും വന്നിട്ടുണ്ട്. അവർക്ക് കിടക്കാൻ സ്ഥലമില്ല. ഹെൽപ്പ് ചെയ്യാമോ? ആ അതെ. പതുക്കെ പതുക്കെ വളരണം. പതുക്കെ സന്തോഷത്തിൽ നോക്കണം. ഇത് അറിഞ്ഞു നോക്കാൻ പതുക്കെ പതുക്കെ. എനിക്ക് ഫോൺ കിട്ടിയായി. ഞാൻ അതിനിടയ്ക്ക് ഇന്നലെ അരവിന്ദനെ വിളിച്ചു. മക്കളെ പറഞ്ഞില്ലേ കൊണ്ട് കാണിക്കുന്നത്? നീ കൊള്ളാലോ. ഗുഡ് മോർണിംഗ് വിളിച്ചാ? എന്താണ്? ഞാൻ മാത്രമല്ല. ഫാൻ ഇടറാ. ഇതാണ് വീട് നമ്മുടെ. നീ കേറിക്കോ, ചെല്ലുവേ. വേറെ ആരും ഉണ്ടാവത്തില്ല. ഹലോ. ചേട്ടാ
എന്താണ് 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 കാണിച്ചില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വരും വിചാരിച്ച ബാഗതാ കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കി അപ്പുറം വേണ്ടിട്ട് അച്ഛൻ തിരിഞ്ഞോ. ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന് പറഞ്ഞാൽ ചേച്ചിരാ. സോ ഗൈസ് ടെക്നിക്കലി ഇത്രയേ ഉള്ളൂ ആ വീഡിയോ. ജസ്റ്റ് ഞാൻ എൻ്റെയും വൈഫിൻ്റെയും വീട്ടുകാർക്കും എൻ്റെ സിസ്റ്ററിന് സർപ്രൈസ് കൊടുത്തു. എൻ്റെ കസിൻസിന് 2-3 പേർക്ക് സർപ്രൈസ് കൊടുത്തു. ബാക്കിയുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കാൻ ബാക്കിയുള്ളവരെല്ലാവരും പുറത്താണ്. ഒരാൾ ജർമ്മനിയിൽ, ഒരാൾ ബാംഗ്ലൂർ, ഒരാൾ ഹൈദരാബാദ്. സോ ഇവിടെ എത്തിയവർ എല്ലാവരും അറിഞ്ഞുകൊണ്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ വീഡിയോ അധികം ലെങ്ത് ആവും എന്നുള്ളത് കൊണ്ട് ഞാൻ ബാക്കിയുള്ളവരുടെ കസിൻസിൻ്റെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.